ഹലോ കൂട്ടുകാരെ, നമസ്കാരം. ഞങ്ങളുടെ ഒരു ഓഫ് റോഡ് ട്രിപ്പ് നാലുമല, അതിൻ്റെ ചെറിയ വീഡിയോ ക്ലിപ്സ് നമ്മൾ പല പല ക്ലിപ്സുകളാണ്. അത് ഞാൻ കമ്പൈൻ ചെയ്തിട്ട് ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തേക്കുന്നതാണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാൻ ഒരു പുതിയ യൂട്യൂബ് പ്രസ്ഥാനത്തിൽ പുതിയതായിട്ടൊരു ആളായതുകൊണ്ട് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, നിങ്ങൾ ക്ഷമിക്കുക. ഇത് എൻ്റെ വണ്ടിയും അളിയൻ്റെ വണ്ടിയും അതുപോലെ തന്നെ ഞങ്ങൾക്ക് വരുന്ന വഴിക്ക് അവിടെ എത്തിയപ്പോൾ ഒരു താറുകാരൻ പയ്യന്മാരെ കിട്ടി. ഞങ്ങളങ്ങോട്ട് പോയി. ഇത് അത്യാവശ്യം നല്ല ടെറൈനായിരുന്നു, ടാസ്കുകളുണ്ടായിരുന്നു. ആദ്യം ടാസ്ക് കയറാൻ മുന്നോട്ട് പോയത് അളിയൻ്റെ വണ്ടിയാണ് ഈ വരുന്നത്. നിങ്ങൾക്ക് കണ്ടറിയാം, എൻ്റെ വണ്ടീനേക്കാൾ അത്യാവശ്യം പണിത് എൻജിൻ പവറൊക്കെ കൂട്ടി നല്ല രസമായിട്ട് പണിത വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ അത് കയറി വരെ കാണാൻ നല്ല രസമുണ്ട്. ആദ്യത്തെ ഈ നാലുമല നിങ്ങൾക്ക് പോയവർക്കറിയാം, ഇതിൻ്റെ ആദ്യത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ മെയിൻ ടാസ്ക്. ഈ കയറി വരുന്ന എൻട്രൻസിൽ ഭയങ്കര വലിയ കുഴികളാണ്. നിങ്ങൾ ഒത്തിരി വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ കാണുന്നത് അത്യാവശ്യം നല്ല വലിയ കുഴികളിൽ കൂടി അടിച്ചു കുത്തിയിട്ടാണ് നമ്മൾ കയറി പോകുന്നത്. എൻ്റെ വണ്ടി ബാക്കിൽ, അളിയൻ ആദ്യം കയറ്റി വിട്ടിട്ട് ഞാൻ ബാക്കിൽ വന്നതാണ്. അളിയൻ കയറി പോന്നു. അത്യാവശ്യം തിരക്കില്ലാതെ നല്ലോണം പെർഫോം ചെയ്ത് കയറി പോരാൻ പറ്റി. അവിടെ ഇവിടെയൊക്കെ ഒന്ന് രണ്ട് ടാസ്കുകൾ കിട്ടി. പക്ഷേ ആ സമയത്തൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ടാസ്ക് ഉണ്ടെങ്കിൽ തന്നെയാണല്ലോ രസമുള്ളൂ. അത് കണ്ടു നിൽക്കാൻ നല്ല രസമാണ്. അളിയമ്പുള്ളി നല്ലോണം ഇച്ചിരി സ്പീഡിൽ ഓടിക്കുന്നതുകൊണ്ട് ആ ഒരു വീഡിയോയിൽ കാണുമ്പോൾ രസം അളിയമ്പുള്ളിയുടെ വണ്ടി കയറി വരുന്നതാണ്. എൻ്റെ വണ്ടി ഞാൻ ഇച്ചിരി തട്ടുമുട്ടൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അടിവശം തട്ടുന്നതും ഇതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പതുക്കെയാണ് ഓടിക്കുന്നത്. പക്ഷെ അത് കാണാനൊരു രസമല്ല. ഇതാണ് അളിയൻ്റെ വണ്ടിയാണ് കാണാൻ രസം. കയറി വരുന്നതും എല്ലാം കൊണ്ടും വണ്ടി വരാനാണ് രസമാണ് കേട്ടോ. ഇങ്ങനെ അടിയും കൊള്ളി കുറേ പൊടിയൊക്കെ പറപ്പിച്ച് അടിച്ച് കുത്തി കയറി വരുന്നുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. വണ്ടിയൊക്കെ പോകുന്നുണ്ടല്ലോ. അളിയൻ്റെ വണ്ടി അത്യാവശ്യം സ്മൂത്തായിട്ട് തന്നെ കയറിപ്പോയി. വണ്ടിയോടെ നമ്മൾ ഈ ഓഫ് റോഡ് പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പലരും പറഞ്ഞേക്കാം കാല് ഒരുപാട് കൊടുക്കണം, കാല് സ്പീഡിൽ കൊടുക്കണം, നല്ല ഇതിൽ RPM കയറണം എന്നൊക്കെ പറയും. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കാല് കൊടുക്കുന്നതിൻ്റെ കാര്യമില്ല. കാല് ഒരുപാട് കൊടുത്താലും വെറുതെ കിടന്ന് കളിക്കും. പിന്നെ പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കാല് കൊടുത്ത് ഓടിക്കുകയാണ് രസം. കാരണം കയറി പോകുന്നതാണ് രസം ഉണ്ടാവും. നിങ്ങൾക്ക് എൻ്റെ വണ്ടി നോക്കിയാറിയാം, ഞാൻ ഒരുപാട് കാല് കൊടുക്കാറില്ല. കാരണം വണ്ടിക്ക് എന്തെങ്കിലും പറ്റുമെന്ന് വിചാരിച്ചിട്ട് ആണ്. കാര്യം പറഞ്ഞാൽ ഓഫ് റോഡ് പോകുമ്പോൾ ഇതുപോലെ പേടിയൊന്നും പാടില്ല എന്നാണ്. പേടിയല്ല ശരിക്കും, വണ്ടിക്ക് തട്ടിമുട്ടും വന്ന് അടിവശത്ത് എന്തെങ്കിലും പണി വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഹൗസിംഗ് ലീക്ക് ആയാലും എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പൈസ ഇറങ്ങണമല്ലോ. അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഓർത്തിട്ടാണ് നമ്മൾ ഈ നോക്കി കണ്ട് കയറ്റുന്നത്. പേടി എന്ന് പറഞ്ഞ സംഭവമില്ല, പക്ഷേ ഒരു കോഷ്യസ് ആവണമല്ലോ, അതുകൊണ്ടുള്ളൊരു ഇത് മാത്രം. അളിപുള്ളി പിന്നെ അങ്ങനെ നോക്കാറില്ല. അളിപുള്ളി ചിൽഡ് മൈൻഡാണ്. അതുകൊണ്ട് പുള്ളി അടിച്ചു കുത്തി കിരിക്കൊണ്ട് പോകും. ഞാൻ നോക്കി കണ്ടൊക്കെ കയറ്റണോണ്ട് നമ്മുടെ വണ്ടി പതുക്കെ പുറകെ കയറി വരുള്ളൂ. വീഡിയോയിൽ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ എൻ്റെ വണ്ടിയാണ് കയറി വരുന്നത്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. അത് പതുക്കെ ആടി തൂങ്ങി വരുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. എന്നാലും കുഴപ്പമില്ല. നമ്മൾ ഓടിക്കുമ്പോൾ എൻജോയ് ചെയ്യുക എന്നുള്ളതാണല്ലോ വീഡിയോ എടുക്കുന്നതിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ്. അതുകൊണ്ടാണ് നമ്മളിത് ചെയ്യുമ്പോൾ, ഈ വീഡിയോ എടുക്കുന്ന സമയത്തൊന്നും നമ്മളിത് പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഇത് യൂട്യൂബിൽ ഇടാനുള്ള പ്ലാനൊന്നും നമുക്കുണ്ടായില്ല. പിന്നെ ഈ പോകുന്ന ട്രിപ്പുകളൊക്കെ ഒരു മെമ്മറൈസ് ആയിട്ട് സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ എല്ലാം ഇതിൽ അപ്ലോഡ് ചെയ്ത് സേവ് ചെയ്യണത്. പക്ഷേ കയറി വരാൻ നല്ല രസമല്ലേ? ഇങ്ങനെ ആടിത്തൂങ്ങിയൊരു കുട്ടിക്കൊമ്പൻ ഇങ്ങനെ തല കുലുക്കി വരുന്ന പോലെ കാണാൻ രസമാണ്. ആ ഒരു ഫീലാണ് അത്. എല്ലാവർക്കും ഇത് കാണുമ്പോൾ ചിലപ്പോൾ ഓരോരുത്തർക്ക് പല രീതിയിലുള്ള ഇതാണ് കിട്ടുക. ഇതിനോട് ക്രേസുള്ളവർ കാണുമ്പോൾ അതിനോട് ത്രില്ലുണ്ടാവും. വണ്ടി ഓഫ് റോഡിനെ കുറിച്ച് വലിയ താല്പര്യമില്ലാത്തവർ കാണുമ്പോൾ ഇവനൊക്കെ ഭ്രാന്താന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും. ഇതിപ്പോൾ നമ്മുടെ വീട്ടുകാരൊക്കെ ആണെങ്കിലും ഇതുപോലൊക്കെ തന്നെയാണ്. ഇവരൊക്കെ എന്തിൻ്റെ അസുഖമാണെന്നുള്ളതാണ് പൊതുവെ എല്ലാ ബന്ധുക്കാരും പറയാറ്. പക്ഷേ അതും നമ്മൾ നോക്കാറില്ല. നമുക്കിപ്പോൾ ഓഫ് റോഡ് പോകുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓഫ് റോഡ് പോകുന്നവർക്കറിയാം അതിൻ്റെ ഒരു ഫീൽ. അല്ലെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും റിസ്ക് എടുത്ത് വണ്ടിക്ക് ഇന്ന പ്രശ്നങ്ങൾ വരും എന്നറിഞ്ഞിട്ടും നമ്മൾ പോകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിനോടുള്ളൊരു താല്പര്യം കൊണ്ടും അതൊരു പ്രാന്തായത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള പ്രാന്തുകളാണ്. അങ്ങനെയാണ് കാര്യങ്ങൾ. നാലുമല കൊള്ളാം. ഫസ്റ്റ് ടെറൈൻ അത്യാവശ്യം നല്ല ഇതായിരുന്നു. അങ്ങനെ ഇതാണ് നമ്മുടെ താറുകാരൻ പയ്യന്മാർ. പിന്നെ ഞങ്ങളതിൻ്റെ പുറകെ അളിയൻ്റെ വണ്ടി, എൻ്റെ വണ്ടി,
കൂടി ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞ് നമ്മൾ സെക്കൻഡ് സ്റ്റേജിലോട്ട് മുന്നോട്ട് പോകുന്ന കാണുന്നത്. ഫസ്റ്റ് സ്റ്റേജ് മുകളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ മൊത്തം പൊടിയാണ്. ഈ നമ്മുടെ അരിപ്പൊടി പൊടിപ്പിച്ചിട്ട പോലത്തെ കട്ടിയിലുള്ള മൈദയാണ്, അരിപ്പൊടിയല്ല, മൈദയുടെ പൊടി കണ്ടുണ്ടോ, ഭയങ്കര കട്ടി കുറവാണ്. ആ രീതിയിലുള്ള പൊടിയാണ് മുകളിലോട്ട് ചെല്ലുമ്പോൾ. ഈ പൊടി അടിച്ചിട്ട് വണ്ടി പൊടി കിടന്നിട്ട് തെന്നി മാറും. ഇപ്പോൾ ഞങ്ങളീ നമ്മുടെ വണ്ടിയാണ് ഈ പോകുന്ന ഇതിൽ നിങ്ങൾക്ക് നോക്കി കാണാം. ഇത് അടുത്ത വീഡിയോയിൽ നമ്മൾ അളിയൻ്റെ വണ്ടി പൊടി കിടന്ന് പുതയെന്ന് കാണാം. ഈ നോക്ക്, ഇത് അളിയൻ കുഴി കുത്തുന്ന സീനാണ്. അളിയൻ ഫ്രണ്ടിലെ ടയറും കൊണ്ട് കുഴി കുത്തുന്ന ഒരു വീഡിയോ ആണ് ഈ കാണുന്നത്. ഇത് ഫ്രണ്ടിൽ ഈ സൈഡിലൊക്കെ ഫുള്ള് പൊടിയാണ്. നമ്മൾ കാല് കൊടുത്താൽ തെന്നി വണ്ടി കയ്യിൽ നിന്ന് പോവാം. അളിയൻ വെറുതെ ഒരു രസത്തിന് കണ്ടോ കുഴി കുത്തണ കണ്ടോ, കുഴി കുത്തി അവസാനം വണ്ടി തെന്നി ലെഫ്റ്റ് സൈഡിൽ ചെറിയ കൊക്കയാണ്, അങ്ങോട്ട് തെന്നി പോയി. പിന്നെ വണ്ടി കയ്യിലും പിടിച്ചാൽ കിട്ടില്ല, കാരണം പിന്നെ കൈ കൊടുക്കുന്നൊക്കെ വണ്ടി തെന്നി അങ്ങോട്ട് മാറി പോകണ്ട. ഇതിങ്ങനെ പോയിട്ട് ആ സൈഡിലോട്ട് തെന്നി മാറിപ്പോയി. ഫുൾ പൊടി എന്ന് പറഞ്ഞാൽ അത്രയും പൊടിയിൽ നിന്നിട്ട് എന്ത് ചെയ്ത കാലം കൊടുത്താൽ നമുക്ക് ഇത് കൺട്രോൾ കിട്ടത്തില്ല. അത്രയ്ക്ക് പൊടി കിടന്ന് വണ്ടി കയ്യിൽ നിന്ന് കൺട്രോൾ ചെയ്യും. കണ്ടോ ഈ കാണുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കയ്യിൽ നിന്ന് പോയതിന് ശേഷം പിന്നെ ഞങ്ങൾ വണ്ടി എടുത്ത് എല്ലാവരും കൂടി ഒരു സൈഡിൽ കയറി ലോഡ് കൊടുത്ത് ഇപ്പുറത്തോട്ട് ട്രാക്കിലോട്ട് മാറ്റുന്നതായി കാണുന്നത്. ഞങ്ങൾ ആ സമയത്ത് ശരിക്കും ഒന്ന് പേടിച്ചു പോയി. കാരണം ഞാൻ തന്നെ വണ്ടി എടുത്തായിരുന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ ആൾ ഫ്രണ്ടിൽ നിന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ വണ്ടി തെന്നി താഴത്തോട്ട് പോയേനെ. അപ്പോൾ ആൾക്കാർ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് അത്രയും റിസ്ക് ഉണ്ടായില്ല. പക്ഷെ എന്നാലും ഈ പറഞ്ഞ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം എൻ്റെ സീരിയസ്നെസ് എനിക്ക് എത്രത്തോളം വീഡിയോയിൽ മനസ്സിലാവുമെന്ന് അറിയില്ല. പക്ഷേ എന്തായാലും അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളെല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തു മൊത്തത്തിൽ ട്രിപ്പ്. അപ്പം അതൊക്കെ കാലുകൊടുത്ത് എടുക്കുന്നതാണ് കാണുന്നത്. സംഭവം റെഡിയായി, ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല, എല്ലാം സെറ്റായി. പിന്നെ ഞങ്ങൾ വീണ്ടും അതിൻ്റെ മുകളിലോട്ട് കയറാൻ ബാക്കി ഇനിയും കയറാനുള്ള സ്ഥലമുണ്ട്. നമ്മളങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട് വീണ്ടും വണ്ടി സെറ്റാക്കി. അതിനുശേഷം എൻ്റെ വണ്ടി കയറുന്നൊരു സീനാണിത്. അളിയൻ്റെ വണ്ടി മുകളിലോട്ട് കയറ്റിയായിരുന്നു. എൻ്റെ വണ്ടി അവിടെ ആ പോർഷൻ ഒഴിവാക്കിയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ റൈറ്റ് സൈഡിലാണ് പ്രശ്നമുള്ളത്. ആ സൈഡിൽ പോയി കഴിഞ്ഞാൽ വണ്ടി തെന്നി അപ്പുറത്തോട്ട് പോകും. അപ്പോൾ നമ്മളെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ വണ്ടി എടുത്തുകൊണ്ട് പോകും. ആ മതിൽ ചേർത്ത് പിടിച്ച് കൊണ്ടുവന്നു. അപ്പോൾ തിരക്കില്ലാതെ കയറി പോകുന്നു. അപ്പോൾ എന്ത് റിസ്ക് ഉണ്ടായാലും വലിയ കുഴപ്പമില്ല, അങ്ങോട്ടല്ലേ പോകുള്ളൂ. അവിടെ നിന്ന് പതുക്കെ കയറി കൊണ്ടുവന്നു. പൊടി എന്ന് പറഞ്ഞാൽ കാണാം, നിങ്ങൾ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം പൊടി, ഭയങ്കര പൊടി എന്ന് പറഞ്ഞാൽ കയ്യിൽ മണ്ണെടുത്ത് കഴിഞ്ഞാൽ മൈദ കയ്യിലെടുക്കും പോലെയാണ്, അത്രയ്ക്ക് ഇതാണ്. ആ സൈഡ് താന്ന് പോയപ്പോൾ അളിയമ്പുള്ളി റൈറ്റ് സൈഡിൽ കയറി നിന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ കയറി നിന്നിട്ട് നേരെ എടുത്തുകൊണ്ട് പോകുന്നതാണ് കാണുന്നത്. രസമായിരുന്നു. വണ്ടി ട്രിപ്പ് മൊത്തത്തിലൊരു അടിപൊളിയായിരുന്നു. പൊടി നിന്ന് ഒരു പരിവായി, അമ്മാതിരി പൊടിയായിരുന്നു. ഇത് ഞങ്ങൾ മുകളിൽ ചെന്നപ്പോൾ വെറുതെ രസത്തിന് വണ്ടി മുകളിൽ വെറുതെ ഓടിച്ചുകൊണ്ട് പോകുന്ന കാണണേ. ഞങ്ങളവിടെ ചെന്ന് ഞങ്ങളുടെ വണ്ടി നിർത്തിയിട്ട് ഒരു വണ്ടിയുടെ മുകളിൽ ടയറിൽ അടുത്ത വണ്ടി കയറ്റുന്ന ചെറിയ ട്രൈ ഒക്കെ ഞങ്ങൾ ചെയ്തു. സംഭവം സക്സസ് ആയി, രസമുണ്ടായിരുന്നു. ഇതാണ് വ്യൂ, നമ്മുടെ കയറ്റി അതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. എന്തായാലും ട്രിപ്പ് ഓവറോൾ നല്ലതായിരുന്നു. ഇപ്പോൾ ഈ മഴക്കാലത്ത് പോകുമ്പോഴുള്ള സ്ഥിതി ഇപ്പോൾ ഇതിലും വേസ്റ്റ് ആയിരിക്കും. കാരണം മഴക്കാലത്ത് നമ്മൾ ചെല്ലുണ്ടാകുന്നതാണ് എല്ലാവരും പൊതുവെ പറയാറ്. കാരണം അത്രയ്ക്ക് ഈ പൊടി മൊത്തം കുഴഞ്ഞ് പായസ പരുവത്തിൽ കിട്ടുന്നുണ്ടാവും. അപ്പോൾ വണ്ടി ഒരു തരത്തിലും പിടിച്ചാൽ കിട്ടില്ല. ഇതിപ്പോൾ കാണുന്ന ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ച് ട്രിപ്പെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോരുന്ന ഒരു വീഡിയോയാണ്. നല്ല രസമായിരുന്നു. ഞങ്ങളുടെ വണ്ടി ഇപ്പോൾ ഏറ്റവും ടോപ്പിലോട്ട് നമ്മുടെ 2 വണ്ടി കയറുള്ളൂ, നമ്മുടെ 2 ജീപ്പേ കയറുള്ളൂ. അവരുടെ താഴെ ഇട്ടിട്ട് അവർ പോകുന്നത്. കാരണം അവർ മുകളിൽ ഒരു പ്രാവശ്യം ഇതുപോലെ ആ പൊടിയുടെ അവിടെ ചെന്നപ്പോൾ അവർക്ക് പേടിയായിട്ട് പിന്നെ തിരിച്ച് റിവേഴ്സിൽ മുകളിൽ നിന്ന് താഴെ വരെ റിവേഴ്സ് പോകുന്നു. എന്നിട്ട് പിന്നെ വണ്ടി അവിടെ താഴെ ഇട്ടിട്ടാണ് ഞങ്ങളുടെ ഒപ്പമാണ് അവർ കയറി മുകളിലോട്ട് കയറി വന്നത്. നമ്മൾ പിന്നെ റിസ്ക് എടുക്കാൻ തയ്യാറായതുകൊണ്ട് നമ്മൾ റിസ്ക് എടുത്ത് നേരെ വണ്ടി കയറ്റിക്കൊണ്ട് പോയി. പക്ഷേ അതൊരു ഭയങ്കര നല്ലൊരു അഡ്വഞ്ചർ ട്രിപ്പായിരുന്നു. നമുക്കത് പറഞ്ഞില്ലേ, ഇത് ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ആസ്വദിക്കുന്ന എല്ലാവർക്കുമാണ് അതിൻ്റെ ഒരു ത്രില്ല് മനസ്സിലാവുള്ളൂ. നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ട് ഇങ്ങനെ പറയുമ്പോൾ എത്രത്തോളം ആൾക്കാർക്ക് ദഹിക്കുമെന്നോ അല്ലെങ്കിൽ എത്രത്തോളം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമെന്നോ നമുക്കറിയത്തില്ല. പക്ഷേ അത് പോയി അനുഭവിക്കുന്ന ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിനോടുള്ള ക്രേസുള്ള ആൾക്കാർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. എന്തായാലും ട്രിപ്പ് അടിപൊളിയായിരുന്നു. നമ്മൾ തിരിച്ചു പോരുന്ന വീഡിയോ ഇപ്പോൾ കാണുന്നത്.
തിരിച്ചു വരുന്ന വഴിക്ക് അളിയൻ്റെ നമ്മുടെ ഡിസ്കിൻ്റെലോട്ടുള്ള മറ്റേ ഓയിൽ പമ്പ് ഒന്ന് പൊട്ടി. അല്ല, റൈറ്റ് സൈഡിലെ ടയറിലോട്ട് വരുന്ന ഇതിൻ്റെ അത് പൊട്ടി. ചെറിയ ലീക്കൊക്കെ തുടങ്ങിയായിരുന്നു. പക്ഷേ ഭാഗ്യം കൊണ്ട് കറക്റ്റ് താഴെ വന്നപ്പോഴാണ് ഫുള്ള് ക്ലീനായിട്ട് പൊട്ടിയത്. എന്തായാലും വീഡിയോ കണ്ട എല്ലാവർക്കും